ഓൾമോസ്റ്റ് ഒരു 3.5 വർഷം മുന്നേ ഞാൻ പഠിക്ക വരെ എത്തി തിരിച്ചു പോകുന്ന ഒരു അമ്പലമാണ്. 3.5 വർഷം മുന്നേ എന്ന് പറയുമ്പം ഞാനൊരു 8 മന്ത്സ് പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പം എല്ലാവരും കുമാരനെല്ലൂർ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പം ഞാനും പോയി. പക്ഷേ അവിടെ ചെന്നിട്ടാണ് മനസ്സിലായേ 8 മാസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകാൻ പാടില്ലായിരുന്നു. അപ്പം അമ്പലത്തിൻ്റെ പുറത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു. കൂടെയുള്ളവരൊക്കെ മാറി മാറിപ്പോയി തൊഴുത് വന്നു. അന്ന് പോകാൻ പറ്റാത്തത് ഇന്നാണ് എനിക്ക് പോകാൻ പറ്റിയത്. അപ്പം 3.5 വർഷം പിടിച്ചു. അതുമാത്രമല്ല ഇപ്രാവശ്യം ഞാൻ തൊഴാൻ പോയത് എൻ്റെ മോൻ്റെ കൂടെയായിരുന്നു. അപ്പം ചിലപ്പോൾ അതായിരിക്കും അതിൻ്റെ ഒരു വിധി അല്ലേ? അതുമാത്രമല്ല ഞാൻ ചെറുപ്പത്തിലേ അർത്ഥമൊന്നും അറിയാണ്ട് ചെല്ലുന്ന ഒരു നാമമായിരുന്നു 108 ദുർഗാലയങ്ങൾ. അപ്പം ഇങ്ങനെ ദുർഗാലയങ്ങൾ 108ഉം എന്ന് പറഞ്ഞിട്ട് അമ്മ പഠിപ്പിച്ചൊരു നാമമായിരുന്നു. അപ്പം ഈ കുമാരനെല്ലൂർ ആ 108 ദുർഗാലയങ്ങളിൽ ഏറ്റവും വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അമ്പലമാണെന്ന് അറിഞ്ഞപ്പം കൂടുതലൊരു ഫാസിനേഷൻ തോന്നി കേട്ടോ. അപ്പം കുമാരനെല്ലൂർ ശരിക്കും കോട്ടയത്ത് അടുത്താണ്. ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ കുമാരനെല്ലൂരാണ്. ഇവിടുത്തെ പ്രതിഷ്ഠ അതായത് കുമാരനെല്ലൂർ കാർത്യായനി എന്നാണ് പറയുന്നത്. ഒരു ദുർഗാദേവിയുടെ ഒരു രൂപമാണ്. ഈ അമ്പലം ഓൾമോസ്റ്റ് ഒരു 2400-2500 ഇയേഴ്സ് പഴക്കമുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല. ഇപ്പം നമുക്കൊരു അമ്പലം എന്ന് പറയുമ്പം ഒരു ബേസിക് ഒരു സ്ട്രക്ചർ മൈൻഡിൽ വരും. അപ്പം ഈ അമ്പലത്തിൻ്റെ പടികൾ നമ്മൾ എപ്പോഴും ഒരിക്കലും ഞാനൊരു അമ്പലത്തിൻ്റെ പടികൾ മുകളിലേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് പോകുന്ന രീതിയിൽ കണ്ടിട്ടില്ല കേട്ടോ. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഈ അമ്പലത്തിലെ മെയിൻ പടികൾ കുറച്ച് മുകളിലേക്ക് പോയിട്ട് പിന്നെയാണ് അവർ താഴേക്ക് വരുന്നത്. അപ്പം അത് ഭയങ്കര ഒരു സ്റ്റാൻഡിങ് ഔട്ട് ഫീച്ചറായിരുന്നു. അതുമാത്രമല്ല ഇത്രയും ഞാൻ ഈ അമ്പലത്തിനെ പറ്റി വായിച്ചും കേട്ടും ഇത്രയും വെയിറ്റ് ചെയ്ത് പോകുന്ന കാരണമാണ് എന്നറിയില്ല, ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഒരു എനർജി ആയിരുന്നു. അപ്പം ചില സ്ഥലങ്ങളിൽ നമുക്ക് പോയാൽ തന്നെ ഭയങ്കര പോസിറ്റിവിറ്റി എന്ന് മാത്രം പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു സ്ഥലത്തെ ഓറ എന്ന് പറയില്ലേ നമ്മൾ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം ഒരുപാട് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഈ അമ്പലത്തിൻ്റെ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കഥയായിട്ട്, കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു കേട്ടോ. അപ്പം ഒരിക്കൽ ഈ അമ്പലം സ്റ്റാർട്ട് ആവാനുള്ളൊരു കഥയായത്, എന്തുകൊണ്ടാണ് ഈ അമ്പലം കുമാരനെല്ലൂർ എന്നായത്. അപ്പം ശരിക്കും കുമാരനെല്ലൂർ എന്ന് പറയുമ്പോൾ കുമാരൻ അല്ലൂർ, അതായത് കുമാരൻ അല്ല, കുമാരൻ്റെ വീടല്ല എന്നാണ് അർത്ഥം. അപ്പം നമ്മൾ വിചാരിക്കും കുമാരൻ്റെ വീടല്ല, പക്ഷേ ദേവിയുടെ മെയിൻ പ്രതിഷ്ഠയാണെന്ന്. അപ്പം ഒരിക്കൽ ഒരു ശാന്തിക്കാരൻ, അതായത് ഒരു പൂജാരി, മധുര മീനാക്ഷി അമ്പലത്തിലെ പൂജാരി, അവിടുത്തെ ദേവിയുടെ മൂക്കുത്തി കാണാണ്ടായിപ്പോയി. അപ്പം ശരിക്കും മെയിൻ തിരുമേനിയായിരുന്നു അയാൾ അറിയാണ്ട് ആ ശ്രീകോവിലിൽ നിന്ന് ഒരു ദേവിയുടെ ഒരു ആഭരണം പോകാനുള്ള ചാൻസ് ഇല്ല അല്ലേ? പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നു. അപ്പം എല്ലാവരും ഇയാളെ കുറ്റപ്പെടുത്തി. ഇയാളോട് പറഞ്ഞു ഇയാളുടെ അടുത്ത് 40 ദിവസമുണ്ട്, 40 ദിവസത്തിൻ്റെ ഉള്ളിൽ കണ്ടുപിടിച്ച് തരണമെന്ന്. പക്ഷേ ഇയാൾക്കൊരു ഐഡിയ ഇല്ല, ഇയാൾ ചെയ്യാത്തതായ കാരണം ഇയാൾക്ക് എങ്ങനെ കണ്ടുപിടിക്കണം എന്നറിയില്ല. അപ്പം എല്ലാ ദിവസവും ദേവിയെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 40-ാം ദിവസമാണെന്ന് തോന്നുന്നു, അതോ 41-ാം ദിവസമാണോ, ഈ തിരുമേനിക്ക് ഒരു ദേവി പ്രതിഷ്ഠപ്പെട്ടു. എന്നിട്ട് ആ ദേവി ഈ തിരുമേനിയോട് പറഞ്ഞു, നീ ഇവിടുന്ന് പോകണം, നീ ഈ അമ്പലവും ഈ പരിസരവും വിട്ട് പോകണം, ഞാൻ നിനക്കൊരു വഴി കാട്ടിത്തരാം, ഞാൻ നിൻ്റെ കൂടെ വരാം, നീ എന്നെ ഫോളോ ചെയ്യേ എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് കഥകളിൽ പറയുന്നത് ഈ ദേവി ഒരു ലൈറ്റായിട്ട് ഇയാളെ ഈ തിരുമേനിയുടെ കൂടെ നടന്ന് എത്തിയത് കുമാരനെല്ലൂർ, ഇപ്പോഴത്തെ കുമാരനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ശരിക്കും ആ സമയത്ത് ഈ സ്ഥലത്തിൻ്റെ പേര് തിങ്കൾക്കാട് എന്നായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം നാട്ടിൽ, അതായത് കേരളത്തിൻ്റെ ഒരു റൂളർ ഉണ്ടായിരുന്നു, തിരുമൻ പെരുമാൾ എന്ന് പറഞ്ഞിട്ട്. അതൊരു പൊസിഷനാണ്. അപ്പം 2400 ചില്ലാൻ വർഷം മുന്നേ അയാൾ ഈ ഒരു സ്ഥലത്ത് ഒരു അമ്പലം പണിതുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആ ഒരു അമ്പലം സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടിയായിരുന്നു. ഈ ദിവ്യ രൂപം ദേവിയുടെ
അമ്പലത്തിലേക്ക് പോകുന്നത്, അതായത് ഇയാൾ പണിയുന്ന അമ്പലത്തിൽ, സുബ്രഹ്മണ്യ സ്വാമിയുടെ അമ്പലത്തിലേക്ക് കയറി പോകുന്നത് എല്ലാവരും കണ്ടു എന്നാണ് പറയുന്നത്. അതിന് പിന്നാലെ തന്നെ ഈ തിരുമേനിയും കയറി ചെന്നു. അപ്പം സുബ്രഹ്മണ്യ സ്വാമിക്ക് വേണ്ടി ഉണ്ടാക്കിയ അമ്പലത്തില് ഈ ദേവി കുടി കയറി എന്നാണ് പറയുന്നത്. ഒരു വിശ്വാസം കാരണം അപ്പോഴത്തെ ആ രാജാവ് തീരുമാനങ്ങൾ മാറ്റി ഇവിടെ ദേവിയുടെ പ്രതിഷ്ഠയാക്കാൻ തീരുമാനിച്ചു. വേദഗിരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ഈ രാജാവിന് ഒരു ദേവിയുടെ ഒരു രൂപം കിട്ടി. എന്നിട്ട് ആ ദേവിയുടെ രൂപമാണ് അയാള് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠയാക്കി വയ്ക്കാൻ തീരുമാനിച്ചത്. അപ്പം പെട്ടെന്ന് എവിടുന്നോ ഒരു സാധു വന്നു എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നത് സ്വയം പരശുരാമനായിരുന്നു എന്നാണ്. എന്നിട്ട് അത് അവർ വന്നൊരു ബ്രാഹ്മൺ ആളായ കാരണം ശരിക്ക് അതിൻ്റെ വിധി അനുസരിച്ച് ആ ദേവിയുടെ രൂപം, ആ ദേവിയുടെ ഐഡൽ പ്രതിഷ്ഠ ചെയ്തു എന്നാണ് പറയുന്നത്. മൈ ഗോഡ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഇന്ന് ലൈക്ക് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, പക്ഷേ ഈ അമ്പലത്തിൽ പോകുമ്പോൾ ആ ദേവിയുടെ ആ ഒരു രൂപം ഭയങ്കര ഗ്രാൻഡാണ്. ഗ്രാൻഡ് എന്ന് പറയുമ്പം ഡെക്കറേഷനോ ഇല്ലെങ്കിൽ ഓർണമെൻറ്റ്സോ അല്ല, ആ ദേവിയുടെ ആ ഒരു തേജസ് ആയിരിക്കാം കേട്ടോ. അത് കാണുമ്പോൾ എന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നി. എന്നിട്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഫുൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇതേ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഇനി വരാൻ പറ്റണേ എന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ബിക്കോസ് ആ ഒരു ഫീലിംഗ് വാസ് ബ്യൂട്ടിഫുൾ. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത്രയും അമ്പലങ്ങളിൽ പോയിട്ടും ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ലൈക്ക് ഇനിയും വരാൻ പറ്റണേ എന്നുള്ള അങ്ങനത്തെ ആ ഒരു പ്രാർത്ഥന അത് ഭയങ്കര ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. ഇന്ന് ആ അമ്പലത്തിലെ വലിയ തിരുമേനി ആയത് ഈ മധുര മീനാക്ഷി അമ്പലത്തിൽ നിന്ന് വന്ന തിരുമേനിയായിരുന്നു കേട്ടോ. അപ്പം മധുരയിലത്തെ തിരുമേനിയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെയും മധുരൈ ഇല്ലത്തെ ആൾക്കാരാണ് ഈ കുമാരനെല്ലൂർ അമ്പലത്തിൽ പൂജ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പം എന്തോ ഒരു വിശ്വാസമുണ്ട് അല്ലേ, ഇല്ലെങ്കിൽ ഇത്രയും സ്ട്രോങ് ആയിട്ട് ആ ലീനേജ് പോകാനും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കാനും എന്തോ ഒരു കാര്യമുണ്ട്. ഈ അമ്പലത്തിൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര യുണീക്കാണെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി കണ്ടു ഈ ശ്രീകോവിലിന് ജസ്റ്റ് പുറമെ, ഇപ്പോൾ ഇതിന് നാലമ്പലമാണോ പറയണതെന്ന് അറിയില്ല, പക്ഷേ ശ്രീകോവിലിന് പുറമേ ഉള്ള ഒരു ഏരിയ ഉണ്ട്, 4 പില്ലേഴ്സ് ഉണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഗോൾഡൻ പ്ലേറ്റിലുള്ള വർക്കാണ്. വർക്ക് എന്ന് പറയുമ്പം ശരിക്കും ദേവിയുടെ വിഗ്രഹം പോലെ തന്നെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞാൻ എവിടെയും ഒരു അമ്പലത്തിലും അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇതുവരെ ഞാൻ പോയ അമ്പലങ്ങളൊന്നും കണ്ടിട്ടില്ല. ആ പില്ലേഴ്സിൽ പോലും ഗോൾഡൻ പ്ലേറ്റിൽ ഇങ്ങനെ ദേവിയുടെ ഓരോ രൂപം കൊത്തി വയ്ക്കുമായിരിക്കില്ല, പക്ഷേ ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിന് ശരിക്കും 4 ഗോപുരമുണ്ട്, അത് 4 എൻട്രൻസ് ഉണ്ട് കേട്ടോ. കാർത്യായനി ദേവി അല്ലാണ്ട് ഇവിടെ ശിവനും ശാസ്താവും ഭദ്രകാളിയുണ്ട് ഉപദേവന്മാരായിട്ട്. എന്നിട്ടില്ലേ ഈ ശ്രീകോവിലിൻ്റെ ചുറ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മ്യൂറൽ ആർട്ട് ഉണ്ട്. പക്ഷെ ആ മ്യൂറൽ ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് മെഡിസിനൽ പ്ലാന്റ്സ് വെച്ച് ചെയ്ത വർക്കാണ്. അതിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക്, കുറേ രാമായണവും മഹാഭാരതത്തിൻ്റെ കഥയൊക്കെയാണ് പറയുന്നത്. അതും ഭയങ്കര ഒരു ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇവിടുത്തെ മെയിൻ അഭിഷേകം മഞ്ഞൾ അഭിഷേകമാണ്. ഇവിടെ ചന്ദനം കിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ദേവിയുടെ അമ്പലത്തിൽ ചന്ദനം കിട്ടാത്തത്. ബിക്കോസ് ഇവിടെ മഞ്ഞളാണ് മെയിൻ അഭിഷേകം. കുമാരനെല്ലൂർ അമ്പലത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് തൃക്കാർത്തിക ഉത്സവം. അപ്പം ഇത് ശരിക്കും വൃശ്ചിക മാസത്തിലാണ്, അറൗണ്ട് നവംബർ ടു ഡിസംബർ. അതിൽ കാർത്തിക ദിവസത്താണ് ഭയങ്കര വലിയ സെലിബ്രേഷൻ. അന്ന് ഭയങ്കര ചെണ്ടമേളവും പഞ്ചവാദ്യമൊക്കെയാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല അന്നത്തെ ദിവസം ആറാട്ടുണ്ടെന്ന്. ആറാട്ട് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷേ ശരിക്ക് അവിടുത്തെ ദേവിയെ കുളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് മീനച്ചിലാറിലാണ് നടക്കുന്നത്. മീനച്ചിലാർ എന്ന് പറയുമ്പം ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് പിന്നിൽ ഒഴുകുന്ന ഒരു ആറാണ്. അപ്പം അത്രയും ഒരു ഹിസ്റ്ററി ഉള്ള കാര്യങ്ങൾ തൊട്ടടുത്തു നിന്നൊക്കെ പോകുമ്പം ഭയങ്കര ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആട്ടോ. ഈ അമ്പലത്തിൽ ഒരുപാട് വിശ്വാസങ്ങളുണ്ട്. അപ്പം ഈ ദേവി ഒരു ദുർഗാദേവിയുടെ ഒരു ഫിയേഴ്സ് ഫോമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഭയങ്കര സ്നേഹമുള്ള ഒരു ദേവിയാണ്. അപ്പം ശരിക്കും കുമാരനെല്ലൂർ കാർത്യായനി ദേവിയെ പ്രാർത്ഥിക്കുന്നത് സരസ്വതി ദേവി,
പാർവതി ദേവി, ലക്ഷ്മി ദേവി, ദുർഗാദേവി, പിന്നെ വനദുർഗാദേവി, ഇവരെല്ലാവരെയും പ്രാർത്ഥിക്കുന്ന പോലെയാണെന്ന്. അത്രയും പവർഫുള്ളാണ്. പിന്നെ ഇതൊക്കെ ഈ കഥകളൊക്കെ വിശ്വസിക്കാൻ വേണ്ടി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ലിവിങ് പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴും മധുരൈ ഇല്ലത്തെ ആൾക്കാർ, അതായത് അവിടുത്തെ ആൾക്കാരാണ് പൂജ ചെയ്യുന്നത്. അപ്പം അവരൊരു കഥ ഉണ്ടാക്കി പറയുന്നതാവില്ലല്ലോ. അപ്പം എവിടുന്നോ ഈ കഥ ഒറിജിനേറ്റായി സ്റ്റാർട്ടായി വന്നതായിരിക്കും. അപ്പം അത്രത്തോളം ഒരു ലിവിങ് പ്രൂഫുള്ളൊരു അമ്പലത്തിൽ ലൈക്ക് ആൾക്കാർക്ക് വിശ്വസിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ആങ്കർ, അതായത് ഒരു വിശ്വാസം നമുക്ക് വേണം. അതെന്തുമാവാം, ഒരു അമ്പലമാവാം, ഒരു കാര്യമാവാം, ഒരു സ്ഥലമാവാം, എന്ത് വേണമെങ്കിലും ആവാം അല്ലേ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ പോയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയില്ല, ഒരുപാട് കാത്തിരുന്ന് പോയ കാരണവുമായിരിക്കാം കേട്ടോ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ബൈ.